സാധാരണഗതി 10 കൊല്ലം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത്. കൊറോണ വന്നതുകൊണ്ട് 10 കൊല്ലത്തിനുള്ളിൽ എടുത്തിട്ടില്ല. ഇപ്പോൾ എടുക്കാൻ പോകുമ്പോൾ ആ ജാതി സെൻസസ് എടുക്കുന്ന കൂട്ടത്തിൽ ജാതി കൂടെ ചേർത്ത് എടുക്കാനുള്ള ഒരു തീരുമാനം സെൻട്രൽ ഗവൺമെൻറ് എടുത്തു എങ്കിൽ അത് വളരെ സന്തോഷകരമാണ്. അത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ സന്തോഷിക്കണം. കാരണം കുറേ താമസിച്ചു പോയി എന്നുള്ളൊരു സത്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കാരണം സംവരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തർക്കങ്ങൾ പല സംസ്ഥാനങ്ങൾക്കുണ്ട്. ആ സംവരണത്തിൻ്റെ പെർസെൻറ്റേജും അതുപോലെ പലർക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്നും കിട്ടിക്കൊടുക്കുന്നത് പലതും കൂടുതലാണെന്നും ഒക്കെ സംവരണ സമുദായത്തിനകത്ത് തന്നെ അസംതൃപ്തിയുണ്ട്. ഇതില്ലാതാക്കണമെങ്കിൽ സുതാര്യമായ ഒരു ജാതി സെൻസസ് ഇപ്പോൾ എടുത്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം പൂർണ്ണമായും സുതാര്യമായും സത്യസന്ധമായും നീതിപരമായും കൊടുക്കാൻ സാധിക്കും. നല്ലത് തന്നെ. അല്ല, എന്നിട്ട് പോയി ഞാനൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെയും പറഞ്ഞു ജാതിയുണ്ട് മതമുണ്ട് ഇതന്നെ പറഞ്ഞു. കേരളം ജാതിയില്ല മതമില്ല എന്നൊന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ ആ പറഞ്ഞവർക്ക് തന്നെ ഏറ്റവും ജാതിയുള്ളവരാണ്. കാരണം ഇവിടെ ജാതി സംവരണം ഇവിടെ ഉണ്ട്, ഇന്ത്യയിലുണ്ട്, അമ്പക്കരയിൽ ഭരണഘടനയിലുണ്ട്. അപ്പോൾ ഇവിടെ ജാതിയുണ്ട്, മതമുണ്ട്, വർണ്ണമുണ്ട്, വർഗമുണ്ട്. അപ്പോൾ ജാതി സംവരണം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ജാതിയുണ്ട്, മതമുണ്ട്, വർണ്ണമുണ്ട്. അതുകൊണ്ട് ഏഷ്യാനെറ്റ് അങ്ങനെ പറഞ്ഞ ആളെ പറ്റിക്കല്ലേ. അങ്ങനെ കേരളത്തിൽ അങ്ങനെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ ജാതി സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞങ്ങളാണ് ആദ്യം ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്കാണ് അതിന്റെ ക്രെഡിറ്റ് വേണ്ടെന്ന് പറഞ്ഞ് BJPയും കോൺഗ്രസും എല്ലാം ഒരേ സമയത്ത് നിൽക്കുകയാണ്. കോൺഗ്രസുകാർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളാണ് അതിന്റെ ആവശ്യപ്പെട്ടത്, രാഹുൽ ഗാന്ധിയാണ് ഇത് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് എന്നിങ്ങനെ പറയുന്നത്. അപ്പൊ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയുള്ള മത്സരത്തിന് വേണ്ടി കാണോ ശരിക്കും ജാതി സെൻസസ്? കാരണം ഓരോരുത്തരും എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് അടിക്കാൻ എല്ലാവരും സ്വാഭാവികമായിട്ടാണ് മത്സരിക്കുമല്ലോ. അതാണ് നടന്നോട്ടെ. നമ്മളതിനെപ്പറ്റി വലിയ തർക്കിക്കണ്ട. ആരെങ്കിലും ക്രെഡിറ്റ് എടുത്തോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ചെയ്ത കാര്യം നല്ലത് തന്നെ. ആര് ക്രെഡിറ്റ് അടിച്ചാലും ചെയ്ത കാര്യം നല്ലത് തന്നെ. ഇപ്പോൾ വിഴിഞ്ഞ ഹാർബർ ഇതിനെപ്പറ്റി ക്രെഡിറ്റ് അടിക്കാൻ പലരും അങ്ങും ഇങ്ങും പറയുന്നില്ലേ, ഇതെല്ലാം തർക്കമാണ്. പക്ഷെ നമ്മളെല്ലാത്തിനും ആകെ കൂട്ടി ചിന്തിക്കുമ്പോൾ കാര്യം നന്നായിരിക്കുന്നു, ജോറായിരിക്കുന്നു. അതൊക്കെ ഓരോരുത്തർക്കും അവരവരുടേതായ ഭാവനയിൽ ചിന്തയനുസരിച്ച് അത് ചിന്തിക്കാം എന്നുള്ളതല്ലാതാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ചിന്തകളാണല്ലോ. ഓരോ പാർട്ടിക്കും ഓരോ രീതിയിലുള്ള ചിന്തകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തർക്കും അവരവരുടേതായ ചിന്തകളും ഭാവനകളും അതനുസരിച്ച് പറഞ്ഞുവെങ്കിൽ അത് ആ രീതി നമ്മൾ കണ്ടാൽ മതി. അത് ശരിയാണ്. മുന്നേറുടെ കാലത്താണ് വന്നതെന്നുള്ളത് ആരും നിഷേധിക്കുന്നില്ല. പക്ഷെ അത് പൂർത്തിയാക്കാനോ ഇത്ര വേഗത്തിൽ തീർക്കാനോ ഉള്ള ഒരു കർമ്മയോഗം അവർക്ക് കിട്ടിയില്ല. പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ്, പ്രത്യേകിച്ചും പിണറായി ഗവൺമെന്റ് വന്നതിന് പിന്നെയാണ് അതിന് വളരെ സ്പീഡോടുകൂടി ഒരുപാട് പ്രതിസന്ധിയും പ്രയാസങ്ങളും, കല്ല് കിട്ടുന്നില്ല, മരം കിട്ടുന്നില്ല, ഫണ്ടില്ല, ഇതൊക്കെ പറഞ്ഞ് എന്തെല്ലാം പ്രശ്നമായിരുന്നു അവിടെ അറിയാമോ. അതിനോടൊക്കെ സമരം ചെയ്യാനും എന്തെല്ലാം ആൾക്കാർ വന്നു. ഈ പ്രതിബന്ധങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും വളരെ സ്പീഡിൽ ഭംഗിയായിട്ട് അതിഗംഭീരമായിട്ട് അത് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ചും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ എല്ലാ പ്രതിബന്ധങ്ങളും കൊണ്ടും ഭീഷണി ഉണ്ടായിട്ട് പോലും ഈ സന്ദർഭത്തിൽ പോലും അദ്ദേഹം വന്ന് ആ കർമ്മത്തിന്റെ പ്രാതിനിധ്യം, ആ പ്രോജക്റ്റിന്റെ പ്രാധാന്യം കണക്കാക്കി ഉദ്ഘാടനം ചെയ്യാൻ വരികയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് ആർക്ക് ക്രെഡിറ്റ് കിട്ടിയാലും നമുക്ക് ഇന്ത്യക്ക്, പ്രത്യേകിച്ചും കേരളത്തിന് ഒരു ക്രെഡിറ്റ് ആയി നമുക്ക് കണക്കായത്. അതോടൊപ്പം തന്നെ ഈ SNDP യോഗത്തിന്, അതായത് ഈഴവ സമുദായത്തിന് ഈ ജാതി സെൻസസ് കൊണ്ട് ഗുണം ഉണ്ടാവുമോ? അത് എടുത്ത ശേഷമല്ലേ പറയാനൊക്കെ ഉള്ളത്. ഉണ്ടാകില്ലെന്ന് എനിക്ക് പറയാനായിട്ട് ഞാൻ പറയല. കാരണം നാളെ ഇത് ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ച് നാളെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനിത് തന്നെ തിരിച്ചു വെച്ച് ഇങ്ങനെ പറയുന്ന ആളുകളല്ലേ. ഇപ്പൊ തന്നെ എന്തും തിരിച്ചു പറയുന്ന ആളുകളല്ലേ. ചില മരക്കച്ചവടക്കാരുടെയൊക്കെ ചാനലുണ്ടല്ലോ, അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഒരു മാധ്യമ ധർമ്മം പോലും അവർക്ക് ആർക്കുമില്ലല്ലോ. അവർക്കെല്ലാം എന്നെ തുലയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ
ഇവരെല്ലാം ഈ മരക്കച്ചവടക്കാരന്മാരുടെയൊക്കെ പിന്നിൽ നിൽക്കുന്ന ആരാണെന്ന് എനിക്കറിയാം. കോടിക്കണക്കിന് രൂപ രാജ്യത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയി എല്ലാ സകല കൊള്ളകളും ചെയ്തത് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് 3-4 പേര് ചർച്ചയാണ്. ഈ ചർച്ച അപ്പോഴും ഈ കോടിക്കണക്കിന് രൂപ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതിനെ പറ്റി മിണ്ടുന്നില്ല. ബാക്കി എല്ലാ ചാനലുകളും പറയുന്നുണ്ട്. പക്ഷെ മരക്കച്ചവടക്കാരൻ ചെയ്യില്ല. അതെല്ലാം അവർ നന്ദിയുള്ളവരാണ്. അത് ഇതൊക്കെ കണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാത്തവരൊന്നുമല്ല. അവരുടെ മരക്കച്ചവടം അവധിക്ക് നടക്കട്ടെ, എൻ്റെ സ്വന്തമായ കച്ചവടം ഇങ്ങനെ നടക്കട്ടെ. പക്ഷേ ഇതുപോലുള്ളതൊന്നും തീ കുരുത്തവരാണ്. ഇതുപോലെ മാധ്യമ അധർമ്മം കാണിച്ചാലും ഞങ്ങൾ തീ കുരുത്ത് ഞങ്ങൾ ഇനിയും വളരും ഉയരും. ഇങ്ങനെ പേപ്പർ ഞാൻ വായിച്ചു. എനിക്കൊന്നും തോന്നില്ല. ഒരു ജാതീയപരമായിട്ട് ഇത് അതിനെ മാറ്റിക്കൊണ്ട് നിന്നപ്പോൾ ഓരോരുത്തരും വേടൻ ഒരു പിന്നോക്ക ജാതിക്കാരനാണ്, അദ്ദേഹത്തിന് നീതി കിട്ടിയില്ല എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തോട് കാണിച്ചത് നീതിയായിപ്പോയില്ല എന്ന് വനവകുപ്പും അത് തന്നെ പറയുന്നു. അതൊക്കെ ആ വഴിക്ക് പോട്ടെ. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല. കഴിഞ്ഞ അധ്യായം ഉണ്ട്. നീതി എല്ലാവർക്കും ഒരുപോലെ കൊടുക്കും. നീതി നടപ്പാക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു കുറ്റബോധമായിരിക്കുമല്ലോ വനവകുപ്പ് മന്ത്രിയുടെ പിന്നുണ്ടായ രോദനം. അതല്ലേ വിഴിഞ്ഞത്തെ, അതായത് ഈ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇല്ലാതെ അല്ലെങ്കിൽ അതില്ലാതെയാണ് കേന്ദ്ര സർക്കാരിന്റെ പരസ്യവും അതിന്റെ പോസ്റ്ററൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് നല്ല നടപടിയാണോ? അത് കാശ് മുടക്കണമെന്നും വരുന്നതനുസരിച്ചല്ലേ നിങ്ങൾ പബ്ലിഷ് ചെയ്യാനുള്ളൂ. കാശ് മുടക്കണമെന്ന് ഫോട്ടോ വേണ്ടെന്ന് വെച്ചെങ്കിൽ ഫോട്ടോ വേണ്ട. അത് നമുക്ക് അവകാശപ്പെടാൻ പോകും. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ സാധാരണഗതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും കൂടെ പടം വേണ്ടതായിരുന്നു സാമാന്യ മര്യാദയ്ക്ക്. കാരണം കേരളത്തിലല്ലേ വരുന്നത്, കേരളത്തിലൊരു പ്രോജക്റ്റല്ലേ. കാരണമെങ്കിൽ അത് മാത്രമല്ല, കേരളത്തിന് വേണ്ടത്ര പണം തന്നും സഹായിച്ചും പരസ്പര പൂർവ്വമായി ഇവിടെ വന്നൊരു ഫംഗ്ഷൻ നടത്തുമ്പോൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കൂടെ പങ്കെടുക്കുന്നൊരു യോഗമാണ്. തീർച്ചയായും മുഖ്യമന്ത്രി കൂടെ പണം ഉണ്ടായി എന്നെങ്കിൽ അതൊരു ഇരട്ടി മധുരമായി മാറുകയാണ്.